കണ്ണൂർ അതിവേഗ റെയിൽ പാതയുമായി കേന്ദ്ര സർക്കാർ 15 ദിവസത്തിനുള്ളിൽ റെയിൽവേയുടെ പ്രഖ്യാപനമെന്ന മെട്രോമാൻ ഇ ശ്രീധരൻ. നമുക്ക് ഈ പദ്ധതി എങ്ങനെയാണെന്ന് വിശദമായി നോക്കാം. അദ്ദേഹത്തെ പോയി കണ്ടത് പ്രധാന കാരണം നമ്മൾ നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽവേ ലൈൻ ഈ കൊല്ലത്തെ ബഡ്ജറ്റിൽ കൊണ്ടുവരണം എന്ന് നിർബന്ധിക്കാനായിരുന്നു പോയത്. 2023 ഞാൻ റെയിൽവേ മിനിസ്റ്റർക്ക് ലെറ്റർ എഴുതി ഈ പ്രോജക്റ്റ് രണ്ട് സംസ്ഥാനത്ത് വളരെ ആവശ്യമാണ്, അതുകൊണ്ട് GPR ഉണ്ടാക്കാൻ വളരെ സാങ്ഷൻ തരണം. സ്റ്റാർട്ട് വിത്ത് ട്രെയിൻ 8 കോച്ച് ഉണ്ടാവും, പിന്നെ അത് വേണമെങ്കിൽ 12 കോച്ചാക്കാം, മാക്സിമം 16 കോച്ച് മാക്സിമം പറ്റുള്ളൂ. ഈ ഹൈസ്പീഡ് ട്രെയിനിൽ ഒരു വ്യത്യാസം, അതിനാർക്കും നിന്ന് പോകാൻ പറ്റില്ല, എല്ലാവരും ഇതിലേ പോകാൻ പാടും. അപ്പോൾ 8 കോച്ച് ട്രെയിനിൽ 560 പാസഞ്ചേഴ്സിന് പോകാൻ ടൈം. ഇതിൻ്റെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് 86,000 crores ആയിരിക്കും. 86,000 crores. കേരളത്തിലെ ജനങ്ങൾക്ക് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച സിൽവർ ലൈൻ. എന്നാൽ ഈ സിൽവർ ലൈനിന് ഭൂമി ഏറ്റെടുക്കുന്നതടക്കമുള്ള നിരവധി പ്രശ്നങ്ങൾ നേരിട്ട് പദ്ധതി അനിശ്ചിതത്വത്തിലായി. പിന്നീട് അതിന് ബദലായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചതാണ് അതിവേഗ റെയിൽ എന്നുള്ള ആശയം. ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള DPR തയ്യാറാക്കുന്നതടക്കമുള്ള പൂർണ്ണമായ ചുമതല നൽകിയിരിക്കുന്നത് മെട്രോമാൻ ഇ ശ്രീധരനാണ്. അദ്ദേഹം പറയുന്നത് പ്രകാരം ഈ പദ്ധതിയുടെ ക്രമീകരണം എങ്ങനെയാണ്, പദ്ധതിയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് വിശദമായി നോക്കാം. തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് 3 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ട് പദ്ധതി യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയും. ഇപ്പൊ നിലവിൽ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന റെയിൽ മാർഗം അതിവേഗത്തിലുള്ളത് വന്ദേ ഭാരതാണ്. അതിന് ചുരുങ്ങിയത് ഒരു 6.5 മണിക്കൂറെങ്കിലും വരും. ഇപ്പോൾ ഇവിടെ നമുക്ക് ലാഭിക്കാൻ കഴിയുന്നത് 3 മണിക്കൂർ സമയമാണ്. മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗതയിലാണ് അതിവേഗ റെയിൽ സഞ്ചരിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ഇതാണ്: 70% എലിവേറ്റഡ് പാതയും 20% ടണൽ പാതയുമായിരിക്കും. നമുക്കറിയാം, ഈ സിൽവർ ലൈനിന്റെ ഘട്ടത്തിൽ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ടുണ്ടായിരുന്ന സ്ഥലം ഏറ്റെടുപ്പായിരുന്നു. എന്നാൽ ഇവിടേക്ക് വരുമ്പോൾ സിൽവർ ലൈനിന് വേണ്ടി ഏറ്റെടുക്കേണ്ടി വരുന്ന സ്ഥലത്തിന്റെ 1% മാത്രമാണ് അതിവേഗ റെയിലിനായി ഏറ്റെടുക്കേണ്ടി വരുന്നുള്ളൂ. കാരണം കൂടുതൽ ഉയരപ്പാതയും തുരങ്കപാതയുമാണ്. അതിൽ തന്നെ ഉയരപ്പാത എന്ന് പറയുന്നത് 70-75% ഉയരപ്പാത തന്നെയായിരിക്കും. അപ്പോൾ വലിയ രീതിയിൽ സ്ഥലം ഏറ്റെടുപ്പോ അല്ലെങ്കിൽ പാരിസ്ഥിതിക ആഘാതത്തിന്റെ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല എന്ന് സാരം. തൂണുകൾ പണി കഴിഞ്ഞാൽ ഏറ്റെടുത്ത ഭൂമിയുടെ ഒരു ഭാഗം നമുക്ക് തിരിച്ചു നൽകാനും സാധിക്കും. 8 കോച്ചുകളിലായി 560 പേർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന രീതിയിലാണ് ആദ്യത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത്. പിന്നീട് കോച്ചുകളുടെ എണ്ണം കൂട്ടും. പദ്ധതി മുംബൈ വരെ വ്യാപിപ്പിക്കാൻ കൂടി, നീട്ടാൻ കൂടിയുള്ള ഒരു ആശയം മനസ്സിലുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ സമയം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമ്മുടെ നാട്ടിൽ ഒരു വർഷം 2000 റോഡ് അപകട മരണമെങ്കിലും നടക്കുന്നുണ്ട്. അതിവേഗത്തിൽ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ വേണ്ടി നെട്ടോട്ടമോടി റോട്ടിൽ അപകടങ്ങളിൽ പൊലിയുന്ന ജീവൻ നിരവധിയാണ്. അപ്പോൾ അതിവേഗ റെയിൽ വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള അപകട മരണം ഒരു പരിധിവരെയെങ്കിലും കുറയ്ക്കാൻ കഴിയുമെന്നുള്ള ഒരു ലക്ഷ്യം കൂടി മനസ്സിലുണ്ട്. പിന്നെയുള്ളത്, മുഴുവൻ പണിയും പൂർത്തിയാകുമ്പോൾ ആകെ ചെലവാകുന്ന തുക എന്ന് പറയുന്നത് 1 ലക്ഷം കോടിയാണ്. അത് യഥാക്രമം കേന്ദ്രവും സംസ്ഥാനവും 51%, 49% എന്നിങ്ങനെയായിരിക്കും ആ തുക വഹിക്കേണ്ടി വരിക. കേരളത്തിലാകെ 430 കിലോമീറ്ററിൽ 22 സ്റ്റേഷനുകളായിരിക്കും ഉണ്ടാവുക. അതായത് 20-25 കിലോമീറ്ററിനുള്ളിൽ ഒരു സ്റ്റോപ്പ് എന്നുള്ള രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പിന്നെയുള്ളത്, വിമാനത്താവളങ്ങളെ കൂടി ബന്ധിപ്പിച്ചാണ് ഈ പദ്ധതി കടന്നു പോകുക എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. അതിൽ കണ്ണൂർ വിമാനത്താവളം ഉൾപ്പെടുന്നില്ല. മറ്റ് കരിപ്പൂർ, നെടുമ്പാശ്ശേരി, തിരുവനന്തപുരം എന്നീ വിമാനത്താവളങ്ങളെ ബന്ധിപ്പിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഉദ്ദേശിക്കുന്നത്. മെട്രോമാൻ ഇ ശ്രീധരൻ പറയുന്നത് പ്രകാരമാണെങ്കിൽ 9 മാസത്തിനുള്ളിൽ പദ്ധതിയുടെ DPR തയ്യാറാക്കാൻ കഴിയും. പിന്നീട് കേന്ദ്രവും സംസ്ഥാനവും ഒരുപോലെ സഹകരിക്കുകയാണെങ്കിൽ പദ്ധതി ഒരു 5 വർഷത്തിനുള്ളിൽ തന്നെ യാഥാർത്ഥ്യമാക്കാൻ കഴിയും.